ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മുമ്പ് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീഷോയിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിച്ച കുറച്ച് ബേബി പ്രൊഡക്ട്സും പിന്നെ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് കോസ്റ്റ്യൂംസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഡെലിവറിക്ക് പോകാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് അങ്ങനെയൊക്കെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീണ്ടും വേറെ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് കാണിക്കാനായിട്ട് ഇന്ന് വന്നിട്ടുള്ളത് നോക്കാം. അപ്പൊ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഇപ്പൊ ഉണ്ട്, ബാക്കിയൊക്കെ പിക്ക് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്റെ കയ്യിലുള്ള ആദ്യത്തെ ഒരു സാധനം എന്ന് പറയുന്നത് ഈ ലൗലാപ്പിന്റെ ബ്രസ്റ്റ് പമ്പാണ് കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതാണെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും പാല്, ന്യൂബോൺ ബേബിക്കൊക്കെ എപ്പോഴും പാല് കൊടുക്കേണ്ടി വരും കേട്ടോ. 28 കഴിഞ്ഞ കുട്ടികൾക്ക്, അവർക്ക് എപ്പോഴും ശാരീരിക ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. പിന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ഇലക്ട്രിക് അല്ല കേട്ടോ, ഇതിന്റെ ഇലക്ട്രിക്കിന്റെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ തന്നെ പ്രസ് ചെയ്ത് പമ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇത്. അപ്പൊ ഇതുകൊണ്ട് ഇതില് നമ്മള് പാലെടുത്തു കഴിഞ്ഞാല് വെളിയില് 2-3 മണിക്കൂർ നമുക്കിത് 4 മണിക്കൂർ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പൊ പ്രത്യേകം പറയാനാണെങ്കിൽ എനിക്ക് ചില മീഷോയിലെ സാധനങ്ങൾക്കൊക്കെ കോഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കാം, അല്ലാത്തത് നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഫ്രിഡ്ജിൽ നമുക്കിതൊരു 4 മണിക്കൂർ ഈ മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പൊ ഒരു കാര്യം പറയാനാണെങ്കിൽ മീഷോയിലെ സാധനങ്ങളൊക്കെ കോഡ് ഞാൻ അപ്പൊ തന്നെ കൊടുക്കാം. ഫ്ലിപ്കാർട്ടിലെ സാധനമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാതെ അത്രയും പമ്പില്ല കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ച് പറഞ്ഞു തരാത്തത്. അതാണ് കേട്ടോ ഈ കവർ വെച്ചിരുന്നത്. അത് ഞാൻ മറ്റൊരാൾക്ക് കൊടുത്തോണ്ടാണ് എനിക്കത് കാണിക്കാൻ പറ്റാഞ്ഞത്. അപ്പൊ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പൊ നെക്സ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടുമാണ് കേട്ടോ. ഇത് പുറത്ത് ഇങ്ങനെ നമുക്ക് ബാഗ് ഇടുന്ന പോലെ ഇട്ട് കൊടുക്കട്ടെ. ഇത് നല്ല ഒരു ബിബിയുടെ സ്റ്റൈലാണ് കേട്ടോ, അടിപൊളിയാണ്. ഇത് കുട്ടികൾ വീഴുന്ന സമയത്ത് പുറത്ത് തലയിലുമായിട്ട് വീഴുന്ന സമയത്ത് തലയൊന്നും ഇടിക്കാതെ ഇരിക്കും കേട്ടോ. ഇതും അതുപോലെ തന്നെ ഹെൽമെറ്റ് പോലെ വെക്കാവുന്നതായിരുന്നു കേട്ടോ. കല്ലൂട്ടിക്ക് എടുത്ത് കളയാൻ കല്ലൂട്ടി അറിവായപ്പോഴത്തേന് പിന്നെ തലയിൽ വെക്കത്തില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇത് കളിക്കാനൊക്കെ ഉപയോഗിച്ച് മൊത്തം അഴുക്കാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ഉടുപ്പാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ ഡിസൈനൊക്കെ കണ്ടാൽ തന്നെ സൂപ്പർ ആണ്. അതേപോലത്തെ പല കളേഴ്സില് അവൈലബിൾ ആണ്. ഒരു അഫോർഡബിൾ പ്രൈസ് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ ഡിസൈനൊക്കെ കണ്ടാൽ തന്നെ സൂപ്പർ ആണ്. അതേപോലത്തെ പല കളേഴ്സില് അവൈലബിൾ ആണ് കേട്ടോ. അഫോർഡബിൾ പ്രൈസും ആണ്. നെക്സ്റ്റ് ഈ ഒരു ക്ലോത്ത് ഡയപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇത് നല്ല ഇലാസ്റ്റിക് ആണ്, ഇതാണ്ട് അടിപൊളിയാണ് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ ക്ലോത്ത് ഡയപ്പറിന്റെ സാധനമാണ് കേട്ടോ, ലീക്കേജ് ആവില്ല. അപ്പൊ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നല്ല അടിപൊളിയാണ് കേട്ടോ. 3 ക്വാളിറ്റിയിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വൺ വന്നിട്ട് അതേപോലത്തെ തന്നെ ഒരു ക്ലോത്ത് ഡയപ്പർ ആണ് കേട്ടോ. ഇത് നല്ല അഫോർഡബിൾ പ്രൈസിൽ വരുന്നതാണ്. മറ്റേ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങി, ഇത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത്. അപ്പൊ ഈ 2 ടോയ്സും സോഫ്റ്റ് ടോയ്സ് ആണ് കേട്ടോ. ഇത് രണ്ടും മേടിച്ച് ഓർഡർ ചെയ്ത സമയത്ത് ഇത്രയും അടിപൊളി ക്വാളിറ്റിയിൽ കിട്ടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഈ പെൻഗിനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്. അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ. ഇത് ഭയങ്കര ക്യൂട്ടാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, സോഫ്റ്റും ആണ്, അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ. നമ്മുടെ ബേബീസിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നെക്സ്റ്റ് ഈ ഒരു ഫാൻ ആണ്. ഇത് നമ്മൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് എവിടെയൊക്കെ പോകുമ്പോഴത്തേനും ചൂടായ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് 3 ഇതാണ് കേട്ടുള്ളത്, ലോയ, മീഡിയം, ഹൈ. അപ്പൊ ഇതും വളരെ യൂസ്ഫുൾ ആണ്. ഇത് നമ്മളെ പോക്കറ്റിലൊക്കെ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് കല്ലുട്ടി എവിടെയോ കൊണ്ട് കളഞ്ഞു ഗൈസ്. അപ്പൊ ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് കൂടെ തന്നെ ഹൈയിൽ തന്നെ 5 മണിക്കൂറോളം ഇത് നിൽക്കും കേട്ടോ.
നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഹെയർ ബാൻഡ് ആണ് ട്ടോ. ഇത് ഈ ഒരു ഫുഡ് അടിപൊളിയാണ് ട്ടോ. സെർവിങ് സെറ്റ് ആയിരുന്നു കേട്ടോ. ഇതിൽ 3 പ്ലേറ്റും അതുപോലെ തന്നെ 6 സ്പൂണും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. കൂടെ തന്നെ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു കിളിയും ഒരു മരവും കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ. നെക്സ്റ്റ് തന്നെ ഈ ഒരു സ്പൂണാണ് കേട്ടോ. ഇത് കുറുക്ക് കൊടുക്കാനും എല്ലാം സാധനങ്ങളും കോരി കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പൂണാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ സ്പൂണിലൊക്കെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കടിക്കുമ്പോഴൊന്നും അവരുടെ മോണ നോവാതിരിക്കാനൊക്കെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് ആണ് ഈ ഒരു പാസിഫയർ ആണ് കേട്ടോ. ഇത് ന്യൂ ബോൺ മുതൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കുട്ടികൾക്ക് അധികം ശീലമാക്കാതിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നല്ലതും. ശീലമാക്കി കഴിഞ്ഞാൽ ഒരു 3-4 വയസ്സ് വരെ ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കട്ടെ കുട്ടികൾ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കുറുക്ക് കുടിക്കുന്ന ഒരു ബോട്ടിലും പിന്നെ ഫ്രൂട്ട്സൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഈ ഒരു സാധനം കൂടി ആയിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മളൊരു ലിപ്സ്റ്റിക്ക്, ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. 8 എണ്ണം വരുന്ന ലിപ്സ്റ്റിക് ആയിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല ന്യൂഡ് ഷെയ്ഡ്സ് ആയിട്ട് 4 എണ്ണം, നല്ല റോസും പിങ്കും റെഡും ഒക്കെ കളറിൽ 4 ഷെയ്ഡും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതും അടിപൊളിയായിരുന്നു. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ കാജലായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്കും കല്ലൂട്ടിക്കും ഒക്കെ ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതും അടിപൊളിയാണ് കേട്ടോ. 3 എണ്ണം വരുന്നത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ അതും. പിന്നെ നമ്മൾ നെക്സ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബാഗാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. കാണാനും ഒരു ക്യൂട്ടാണ് കേട്ടോ. ഇത് മഴ സമയത്താണെങ്കിലും ഇതിനുള്ളിലേക്ക് വെള്ളമൊന്നും കയറില്ല കേട്ടോ. ഈ ഒരു ബാഗിന് നമ്മുടെ എല്ലാ സാധനങ്ങളും ഈ ഒരു ബാഗിൽ കൊള്ളു കേട്ടോ. അപ്പം അത്രയ്ക്കും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇത് നല്ല ഒരു വർത്തായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ബേബി കെയർ ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കിറ്റ്. ഇത് ഇതിനകത്ത് ചീപ്പും കത്രിക പിന്നെ നഖം വെട്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് നല്ലതായിരുന്നു. പിന്നെ ഫീഡിങ് ബോട്ടിലാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു കാജലും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബേബി കാജൽ. ഇതൊക്കെ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ ദാ ഈ സാധനം, ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ നമ്മുടെ ബേബീസിനൊക്കെ. അത് നല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് കടിക്കാനും ഒക്കെ ഉള്ളൊരു സാധനമാണ്. പിന്നെ ദാ ഈ ഒരു പമ്പരാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ന്യൂ ബോൺ മുതൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കുഞ്ഞുങ്ങളെ കൂടുതലും കളിപ്പിക്കാനും ഒക്കെ നമുക്കിത് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ മമായത്തിൻ്റെ മോസ്കിറ്റോ ജെല്ലായിരുന്നു കേട്ടോ. ഈ ഒരു ജെല്ല് കൊതുക് കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ തേച്ചെടുക്കുന്നതുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ലൊരു ഡ്രസ്സ് മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, അധികം കട്ടിയൊന്നും ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ. ചൂട് സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാനും വളരെ നല്ല ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. ഇത് വളരെ അഫോർഡബിൾ പ്രൈസിലും ആണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഷൂസും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ന്യൂ ബോൺ തൊട്ട് സൈസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കോംബോ ഫ്രോക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതും അടിപൊളിയാണ്. ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കല്ലുമ്മ ഇട്ടിട്ടുള്ള ഒരു പിക്കാണ് അതായത്. പിന്നെ വാങ്ങിയത് കല്ലുമ്മയുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ക്യൂട്ട് ബാഗ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിയത് ഈ ഒരു കിറ്റാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിനകത്ത് ലൈറ്റ് ടോർച്ച് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് കല്ലുട്ടിക്ക് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കഡിൽസിൻ്റെ ഡയപ്പറാണ്. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഡയപ്പർ വാങ്ങാറ്. ഇതിൻ്റെ കുറേ റിവ്യൂസ് ഞാൻ ഷോർട്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഡയപ്പറാണ് കേട്ടോ. ഇതിന് നല്ല ഗുണങ്ങളൊക്കെ ഉള്ളൊരു ഡയപ്പറാണ്. കൂടെ തന്നെ ഇതിന് നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഡയപ്പറാണ് കേട്ടോ. ഇതും നമുക്ക് മസ്റ്റ് ട്രൈ ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. 12 ഹവേഴ്സ് അബ്സോർപ്ഷനൊക്കെ ഉണ്ട് ഇതിന്. ഈ ഒരു ക്യാരി ബാഗ് എല്ലാ അമ്മമാർക്കും യൂസ്ഫുൾ ആണ് കേട്ടോ. ജോലിക്ക് പോകുന്നവർക്കും വീട്ടിലിരിക്കുന്നവർക്കും എല്ലാം. പിന്നെ ദാ ഈ ഒരു വാക്കർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ച് പ്രൈസ് കൂടുതലാണ്, പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ. ഇതിനകത്ത് മ്യൂസിക്കൽ ആക്ടിവിറ്റീസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ നമുക്ക് ഇത് ഉന്തിക്കൊണ്ട് നടക്കാൻ പറ്റുന്നൊക്കെ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതും വളരെ നല്ലതാണ് കേട്ടോ. കല്ലൂട്ടി ഇതിനകത്തിരിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അവിടെ ചിരിയും കളിയൊക്കെ. അപ്പോൾ ഇത് കുട്ടികൾക്ക് നല്ലൊരു ഹാപ്പിനെസ് കൊടുക്കുന്നൊരു ഐറ്റം കൂടെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വാക്കർ ഉപയോഗിക്കുന്നത് നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതിനും ഓക്കെ. ഇത് നമ്മൾക്ക് ഇതിൻ്റെ സീറ്റും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലൊരു മുയലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കല്ലൂട്ടി പറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ, സീ യു.